ഹലോ ഓൾ, വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. അപ്പൊ സബ് ഇൻസ്പെക്ടറുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു വീഡിയോയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡീൽ ചെയ്യാൻ വേണ്ടി പോകുന്നത് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ആയിട്ട് കയറുന്ന ഒരു വ്യക്തിക്ക് കിട്ടാവുന്ന മാക്സിമം പ്രൊമോഷൻ. അത് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ജനറൽ എക്സിക്യൂട്ടീവ് മാത്രമല്ല, ആംഡ് പോലീസ് ബറ്റാലിയനിലും APBയിലും അദ്ദേഹം കയറിയാൽ അദ്ദേഹം ഏകദേശം ഏതൊരു റാങ്ക് വരെ അദ്ദേഹത്തിന് എത്താമെന്നുള്ള കാര്യമാണ് നമ്മളിവിടെ സംസാരിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ എന്ത് ചെയ്യാം, നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, ശരി, ഇതാ നോക്കിക്കോളൂ. ആദ്യമേ തന്നെ ഒരു കേരള PSC വിളിക്കുന്ന പരീക്ഷയുടെ പ്രിലിംസ്, പിന്നെ മെയിൻസ്, പിന്നെ അതുമാത്രമല്ല ഫിസിക്കല്, ഇന്റർവ്യൂ, ഇതെല്ലാം കഴിയുന്ന ഒരു വ്യക്തി നേരെ ചെല്ലുന്ന എന്താണ്, അഡ്വൈസ് വാങ്ങിച്ച് മെഡിക്കലും ഒക്കെ എല്ലാം കഴിഞ്ഞ് നേരെ കേരള പോലീസ് അക്കാഡമിയിൽ ഒരു വർഷത്തെ എന്തുണ്ട്, അക്കാഡമിക് ട്രെയിനിങ് ആയിട്ട് രാമവർമ്മപുരത്ത് പോകുന്നു. ഓക്കെ, കേരള പോലീസ് അക്കാഡമി എവിടെയാണ്? രാമവർമ്മപുരത്താണ്. അവിടെ എന്ത് ചെയ്യുന്നു അവര്? കെപ്പയിൽ എന്ത് ചെയ്യുന്നു, നേരെ ട്രെയിനിങ്ങിന് പോകുന്നു. ഓക്കെ, ട്രെയിനിങ്ങിന് ഒരു വർഷം കഴിഞ്ഞ് പാസ് ഔട്ട് ആവുന്ന ഒരു SI 10 മാസത്തെ എന്തിനു പോകണം? പ്രൊബേഷൻ പീരീഡിന് പോകണം. 10 മാസത്തെ പ്രൊബേഷൻ പീരീഡിന് പോകണം. അത് വിവിധ സ്റ്റേഷനിലായിട്ട് വിവിധ റേഞ്ചിലെ DIGയുടെ കീഴിൽ നിയമിക്കുമ്പോൾ അദ്ദേഹം അസൈൻ ചെയ്ത് കൊടുക്കുന്ന സ്റ്റേഷനുകളായിട്ട് എന്ത് ചെയ്യുക? 10 മാസത്തെ പ്രൊബേഷൻ പീരീഡ് പൂർത്തിയാക്കും. ഈ പ്രൊബേഷൻ പീരീഡ് പൂർത്തിയാക്കി കഴിഞ്ഞിട്ടാണ് IO ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ പോലുള്ള കാര്യങ്ങൾ ഇദ്ദേഹത്തിന് കിട്ടുന്നതും സൈനിങ് പവർ വരുന്നതും. ഈ SI തന്നെ ഇരുന്ന് കുറച്ചു കാലം, ഏകദേശം ഒരു 8 മുതൽ 10 വർഷം വരെ നമുക്കിപ്പോൾ കണക്കാക്കാം. കാരണം നിലവിൽ ഇപ്പോൾ 2019 ലിസ്റ്റിൽ ഏകദേശം 608ഓളം പേര് SIമാരായിട്ട് കയറിയിട്ടുണ്ട്. ഇനി ഒരു ലിസ്റ്റിൽ ഏകദേശം ഒരു 100 ചില്ലുവാൻ ആൾക്കാർ കയറാനുണ്ട്. ഇനി ഒരു ലിസ്റ്റ് വരാനുണ്ട്. അപ്പൊ അതിലെല്ലാം പ്രൊമോഷൻ പോയിട്ട് ഒരു 8 മുതൽ 10 വർഷം മിനിമം എടുക്കും. ഈ 8 മുതൽ 10 വർഷം വരെ ഈ സബ് ഇൻസ്പെക്ടർ എന്ന് പറയുന്ന വ്യക്തി ജൂനിയർ SI ആവും. ഓക്കെ, പ്രൊബേഷൻ കഴിഞ്ഞ് ജൂനിയർ SI ആയിട്ട് അദ്ദേഹം അവസാനം എന്താവും? പ്രിൻസിപ്പൽ SI ആവും. പ്രിൻസിപ്പൽ SI എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേഷനിൽ ഇപ്പോൾ കുറെ SIമാരുണ്ട്. ലോ ആൻഡ് ഓർഡർ SI ഉണ്ട്, ക്രൈമിന് SI ഉണ്ട്, ഗ്രേഡ് SIമാരുണ്ട്, പിന്നെ ജൂനിയർ SI, അതിന് താഴെ പ്രൊബേഷൻ SI. ഇതില് നമ്മുടെ ഈ പ്രിൻസിപ്പൽ SI എന്ന് പറയുന്ന അദ്ദേഹമാണ് ഈ CI, നമ്മുടെ ഇൻസ്പെക്ടർ ഓഫ് പോലീസ്, സ്റ്റേഷൻ ഹൗസ് ഓഫീസർ, SHO ഇല്ലാത്ത സമയത്ത് ആ സ്റ്റേഷനിൽ SHO ആയിട്ടിരിക്കുന്നത് ആരായിരിക്കും? അത് ഈ പറഞ്ഞ പ്രിൻസിപ്പൽ സബ് ഇൻസ്പെക്ടർ ആയിരിക്കും. ഈ പ്രിൻസിപ്പൽ സബ് ഇൻസ്പെക്ടർ ആയിട്ട് ഒരു 4-5 വർഷത്തെ എക്സ്പീരിയൻസ് ആകുമ്പോൾ തന്നെ നിങ്ങൾ പിന്നെ നിയമിക്കപ്പെടാൻ പോകുന്നത് ഒരു സ്റ്റേഷനിലെ പ്രിൻസിപ്പൽ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്. അത് എക്സ്പീരിയൻസ് ആണ്ട്, പിന്നെ അതുപോലെ എക്സ്പേർട്ട് ആയിരിക്കും. ചിലപ്പോൾ ചില ഉദ്യോഗസ്ഥന്മാർ NDPS കേസിലൊക്കെ ഭയങ്കര ബിരുദന്മാരായിരിക്കും. ചിലപ്പോൾ ചിലർക്ക് 196 കേസിലായിരിക്കും, ചിലപ്പം BNSS 196 ഉദ്ദേശിച്ചത്. പിന്നെ ചിലർക്ക് എന്താണ്, ലോ ആൻഡ് ഓർഡർ, സമാധാന പരിപാലനമായിരിക്കും. അപ്പൊ എന്തെങ്കിലും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി എന്താവും? അവിടെ പ്രിൻസിപ്പൽ SI ആയിട്ട് തുടരും. ഈ പ്രിൻസിപ്പൽ SI ആയിട്ടിരിക്കുന്ന ഈ വ്യക്തി 8 മുതൽ 10 വർഷക്കാലം കഴിഞ്ഞിട്ട് അദ്ദേഹം നേരെ പോകാൻ പോകുന്ന പോസ്റ്റാണ് ദാ ഇവിടെ കാണാം, ഇൻസ്പെക്ടർ ഓഫ് പോലീസ്. ഓക്കെ, ഒരു 25 വയസ്സുള്ള ഒരാളെ ഞാൻ എടുക്കുകയാണ്. 25 വയസ്സുള്ള ഒരു വ്യക്തി ഏകദേശം ഒരു 35-36 വയസ്സാകുമ്പോഴേക്കും ഈ ഒരു പോസ്റ്റിലേക്ക്, ഇൻസ്പെക്ടർ ഓഫ് പോലീസ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് എത്തും. പണ്ട് സർക്കിൾ ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞ് 2-3 സ്റ്റേഷന് ഒരു അധികാരിയായിട്ടിരുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. ഇപ്പോൾ എല്ലാ സ്റ്റേഷനിലും ഇൻസ്പെക്ടർ ഓഫ് പോലീസ്. വളരെ കുറച്ച് സ്റ്റേഷനിൽ മാത്രമേ SIമാർ SHO ആയിട്ടുള്ളൂ. അതും പ്രിൻസിപ്പൽ SI ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരു SI ആയിരിക്കും. ഇവിടെ ഈ ഇൻസ്പെക്ടർ SHO, ISHO നമുക്ക് ഇദ്ദേഹത്തിനെ വിളിക്കാം. ISHO ഈ ISHO ആണ് ഒരു സ്റ്റേഷന്റെ ഫുൾ മാനേജ്മെന്റ് കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, ആ സ്റ്റേഷന്റെ അധികാരി എന്ന് പറയുന്ന ആരാണ്? ആ സ്റ്റേഷന്റെ നമ്മുടെ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ എന്നൊക്കെ പറയുന്ന പോസ്റ്റ് ഉള്ളത് ആർക്കാണ്? ഇദ്ദേഹത്തിനാണ്. ഇദ്ദേഹമാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഗസറ്റഡ് റാങ്കിലെ ഉദ്യോഗസ്ഥനാണ്, ഒരു ഗസറ്റഡ് ഓഫീസറാണ്. ഓക്കെ, ഒരു ഗ്രൂപ്പ് A സർവീസിലൊക്കെ വരുന്ന ഒരു ഗസറ്റഡ് ഓഫീസറാണ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് എന്ന് പറയുന്ന ഈ ഒരു ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത്. ഇദ്ദേഹം തന്നെ എന്ത് ചെയ്യുന്നു? ഒരു 10 മുതൽ 13 വർഷക്കാലം കുറഞ്ഞത് ഇരിക്കേണ്ടി വരുന്നു ഇൻസ്പെക്ടറായിട്ട്. 10 മുതൽ 13 വർഷക്കാലം. അപ്പൊ ഏകദേശം 25 വയസ്സുള്ള ആളിന് 10 വർഷം അല്ലെങ്കിൽ 11 വർഷം കഴിയുമ്പോൾ 36 വയസ്സാവുന്നു. 36, 46, 49 വയസ്സ് വരെ അദ്ദേഹം എന്ത് ചെയ്യുന്നു? ചിലപ്പോൾ 49, 50 അങ്ങോട്ടും ഇങ്ങോട്ട് മാറാം. ഞാൻ ജസ്റ്റ് ഒരു ഊഹം പറയുന്നു മാത്രം. അദ്ദേഹം എന്തായിരിക്കുന്നു? അദ്ദേഹം ഇൻസ്പെക്ടർ ആയിട്ടിരിക്കുന്നു. ഈ ഇൻസ്പെക്ടർ ആയിരിക്കുന്ന വ്യക്തി വരുന്ന വേക്കൻസികളിലും മാത്രമല്ല വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് എന്നുണ്ടെങ്കിൽ അത് ഒരുപാട് സ്റ്റേഷനുകൾ അദ്ദേഹം എന്തായിരിക്കും? SHO ആയിരിക്കും. ഓക്കെ,
സ്റ്റേഷൻ ഹൗസ് ഓഫീസർ, ISHO, ഇൻസ്പെക്ടർ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ. ഇനി നാളെ ഒരു കാലത്ത് വീണ്ടും CIയുടെ പവർ വന്നു കഴിഞ്ഞാൽ 3ഉം 4ഉം സ്റ്റേഷനായിരിക്കും ആര് വരുന്നത്? ഒരു CI, സർക്കിൾ ഇൻസ്പെക്ടർ ഓഫ് പോലീസ് എന്ന് പറയുന്ന ഒരു അധികാരി വരുന്നത്. ഓക്കെ, അപ്പൊ അദ്ദേഹത്തിന്റെ ഒരുപാട് അധികാരങ്ങൾ, ഒരു ഗസറ്റഡ് ഉദ്യോഗസ്ഥൻ്റെതായിട്ടുള്ള അധികാരങ്ങളെല്ലാം കൂടെ, അപ്പൊ ഉത്തരവാദിത്തങ്ങൾ കൂടിക്കൂടി വരികയാണ് അല്ലേ? അപ്പൊ അവിടെ നിന്നും അവിടെ ഈ ഒരു ഉദ്യോഗസ്ഥൻ 10-13 വർഷം കഴിയുമ്പോൾ, ചിലപ്പോൾ 14 വർഷമായിരിക്കും, 15 വർഷമായിരിക്കും, വോട്ടെവർ, അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? അദ്ദേഹം പിന്നീട് പോകുന്നതാണ് ഡെപ്യൂട്ടി സൂപ്പറിണ്ടന്റ് ഓഫ് പോലീസ് അല്ലെങ്കിൽ അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ്. ഇനി ഞാൻ ഒരു കാര്യം പറയാം. ഈ ഡെപ്യൂട്ടി സൂപ്പറിണ്ടന്റ് ഓഫ് പോലീസ് DYSP എന്ന് പറയുന്ന പോസ്റ്റ് റൂറലിലാണ് വരുന്നത്. റൂറലിലാണ് അദ്ദേഹം എന്താവുന്നത്? DYSP. അർബണിൽ സിറ്റി ഏരിയയിൽ വരുമ്പോൾ അദ്ദേഹം ACP. ഓക്കെ, സിറ്റി ഏരിയയിൽ അദ്ദേഹം സിറ്റി ACP ആയിട്ട് മാറും, അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ്. ഇദ്ദേഹത്തിന്റെ മേളിൽ ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് പോലീസ് ഉണ്ട്, കമ്മീഷണർ ഓഫ് പോലീസ് ഉണ്ട്. DYSPയുടെ മുകളിൽ SP ആണുള്ളത്. ഓക്കെ, ASP വരും. ASP മറ്റൊരു റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണ്. അഡീഷണൽ സൂപ്രണ്ടന്റ് ഓഫ് പോലീസ് പോസ്റ്റ് ഉണ്ട്. ഓക്കെ, അശോക സ്തംഭം മാത്രം വരുന്ന ഒരു പോസ്റ്റാണ്. അത് കഴിഞ്ഞ് അദ്ദേഹം ആരായിട്ട് മാറുന്നു? സൂപ്രണ്ടന്റ് ഓഫ് പോലീസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലോട്ട് പോകുന്നു. ഓക്കെ, അതാണ് ആ മേലുദ്യോഗസ്ഥന്മാരാണ്. ഒരു ജില്ലയുടെ, ഒരു പോലീസ് ജില്ലയുടെ അധികാരി എന്ന് പറയുന്നത് സൂപ്രണ്ടന്റ് ഓഫ് പോലീസ്, ജില്ലാ പോലീസ് മേധാവി എന്ന് പറയുന്നത് സൂപ്രണ്ടന്റ് ഓഫ് പോലീസ് എന്ന് പറയുന്ന പദവിയിലുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്. നമ്മൾ അറിഞ്ഞു വെച്ചിരിക്കണം. ഓക്കെ, അപ്പം ഇവിടെ DYSP ആയിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നു? ഒരു 8 മുതൽ 10 വർഷമൊക്കെ സർവീസ് ചെയ്ത് കഴിഞ്ഞാൽ നിലവിലെ സാഹചര്യത്തിന് അദ്ദേഹത്തിന് എന്ത് ചെയ്യാം? IPS വരെ കിട്ടാം. DYSP എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനെ പറ്റി പറയുമ്പോൾ ഒരു സബ് ഡിവിഷന്റെ ഉദ്യോഗസ്ഥനാണ്. അതായത് ഒരു സബ് ഡിവിഷന്റെ കീഴിൽ വരുന്ന എല്ലാ സ്റ്റേഷൻസിന്റെയും ഉത്തരവാദിത്വം ഉള്ളത് ഈ DYSPക്കാണ്. ഈ DYSP എന്ന് പറയുന്ന വ്യക്തിയുടെ പിന്നെ അധികാരങ്ങൾ കുറേ വിപുലമായതാണ്. പക്ഷെ എന്നാലും DYSP എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം പോലീസ് സേനയിലെ KPS കേഡറിലെ ഏറ്റവും വലിയ ഉദ്യോഗസ്ഥനാണ്. KPS കേഡറിൽ വരാവുന്നതിൽ ഏറ്റവും വലിയ ഉദ്യോഗസ്ഥന്മാരിൽ ഒരാളാണ് ആര്? ഡെപ്യൂട്ടി സൂപ്രണ്ടന്റ് ഓഫ് പോലീസ് എന്ന് പറയുന്നത്. ഈ ഡെപ്യൂട്ടി സൂപ്രണ്ടന്റ് ഓഫ് പോലീസ് ആയിട്ട് ഒരു 8 വർഷമൊക്കെ ജോലി ചെയ്യുമ്പോഴത്തേക്കും പിന്നെയും സർവീസ് ഉള്ള ആൾക്കാർ എന്ത് ചെയ്യും? ഞാൻ ഇനി അടുത്ത് പറയാൻ പോകുന്ന പോസ്റ്റിലേക്ക് പോകും. ആ പോസ്റ്റാണ് സൂപ്പറിണ്ടന്റ് ഓഫ് പോലീസ്. ഓക്കെ, അതായത് ജില്ലാ പോലീസ് മേധാവി എന്ന് പറയുന്ന പോസ്റ്റ് SP, ആ പോസ്റ്റിലോട്ട് പോകും. പല ഡിപ്പാർട്ട്മെന്റിലോട്ട് SP ആയിട്ട് പോകാൻ സാധിക്കും. ചിലപ്പോൾ ക്രൈം ബ്രാഞ്ച് SP ആയിരിക്കും, ചിലപ്പോൾ നർക്കോട്ടിക്സ് SP ആയിരിക്കും, പലതായിരിക്കാം. ഓക്കെ, അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കാം. ഒരു SI ആയിട്ട് ഒരു 25, 24, 25 വയസ്സിൽ കയറുന്ന ഒരാൾ പോകാൻ പോകുന്നത് വേറെ പേപ്പറൊന്നും വാങ്ങിച്ചില്ല, വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല, ഗുഡ് സർവീസ് എൻട്രി ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്യും? അയാൾക്ക് IPS വരെ കൺഫർ ചെയ്ത് കിട്ടാം. ഒരു SIയിൽ നിന്ന് അതായത് കേരള പോലീസിലേക്കുള്ള ഏറ്റവും ഉയർന്ന തസ്തികകളിലേക്കുള്ള പരീക്ഷയാണ് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്. ആണ് അത്രയും ആ പരീക്ഷയ്ക്ക് അത്രയും ഒരു മഹത്തായ ഒരു പ്രസ്റ്റീജിയസ് പോസ്റ്റ് എന്ന് ഞാൻ പലപ്പോഴും മെൻഷൻ ചെയ്യാനുള്ള കാര്യം ഇതാണ്. ഈ ഉദ്യോഗസ്ഥനാണ് എന്ത് ചെയ്യുന്നത്? IPS ആയിട്ട് മാറാം. ഇനി അദ്ദേഹത്തിന് IPS ആയില്ലെങ്കിൽ അദ്ദേഹത്തിന് KPSൽ SP ആവാം. കേരള കേഡറിൽ, കേരള പോലീസ് സർവീസ് SP ആവാം. ഇപ്പുറത്ത് IPS ഉണ്ടാവും. IPS ആണെങ്കിൽ നിങ്ങളുടെ പെൻഷനും കാര്യങ്ങളും ഓൾ ഇന്ത്യ ലെവലും, KPS ആണെങ്കിൽ കേരള കേഡറിലും ആയിരിക്കും നിങ്ങളുടെ ഇത് വരുന്നത്. ഓക്കെ, അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾ വളരെ ചെറിയൊരു പ്രായത്തിൽ തന്നെ ഒരു IPS ലെവൽ സിവിൽ സർവീസ് എഴുതാതെ, ഞാൻ ഒന്നുകൂടെ പറയട്ടെ, സിവിൽ സർവീസ് എഴുതാതെ ഒരാൾക്ക് IPS വരെ ആവാൻ പറ്റിയൊരു പോസ്റ്റാണ് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്. പക്ഷേ നിങ്ങൾ കയറുന്ന പ്രായം ചെറുതാണെങ്കിൽ, ഇനി ഞാൻ ഇതിനൊന്ന് തിരിച്ചു പറയാം. ഒരു 28 മുതൽ 30 വയസ്സുള്ളവരുള്ള ഒരാളാണ് SI ആവുന്നതെന്ന് വിചാരിച്ചോ. അയാൾ എന്ത് ചെയ്യുന്നു? അയാൾ ഒരു 10-12 വർഷം കഴിയുമ്പോൾ ഒരു 10-42 വയസ്സാകുമ്പോൾ അയാൾ ഒരു ഇൻസ്പെക്ടറായിട്ട് മാറുന്നു. ഇൻസ്പെക്ടറായിട്ട് പിന്നെയും അയാൾ ഒരു 10-12 വർഷം അല്ലെങ്കിൽ 13 വർഷമൊക്കെ ഇരുന്ന് കഴിയുമ്പോൾ തന്നെ എത്രയായി? അദ്ദേഹത്തിന് ഒരു 55 വയസ്സായി. 60 വയസ്സ് വരെ പെൻഷൻ പ്രായമാകുമ്പോൾ പിന്നെ എന്ത് ചെയ്യുന്നു? ഒരു 5 വർഷക്കാലം അദ്ദേഹം DYSP ആയിട്ട് റിട്ടയർ ആവാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ 30 വയസ്സിന് മുകളിലോട്ടാണെങ്കിൽ നിങ്ങൾ SHO ആയിട്ട്, ഇൻസ്പെക്ടറായിട്ട് കുറേ കാലം ഇരിക്കും. ഞാൻ DYSP ആവും, പക്ഷേ ആ ഒരു പീരീഡ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. ചിലപ്പോൾ ഒരു വർഷം 2 വർഷമൊക്കെ DYSP ആയിട്ട് ഇരുന്നിട്ട് റിട്ടയർ ആയി പോകും. ഇനി വേറൊരു കാര്യമുണ്ട്. ഇനി 2 കൂട്ടർക്കും കൂടെ ഈ പരീക്ഷ എഴുതാം. ഒന്ന്, കോൺസ്റ്റാബുലറിക്കാർക്ക് 36 വയസ്സ് വരെ അവർക്ക് SI പരീക്ഷ എഴുതാം. മിനിസ്റ്റീരിയലുകാർക്ക് എഴുതാൻ പറ്റും. വളരെ കട്ട് ഓഫ് കുറഞ്ഞൊരു പരീക്ഷയാണ് മിനിസ്റ്റീരിയൽ. ഒരു മാർക്ക് 2 മാർക്കാണ് സാധാരണ വരാറുള്ളത്. പക്ഷേ കോൺസ്റ്റാബുലറിക്കാർ CPO ആയിട്ട് കയറി പിന്നെ എന്തായി മാറുന്നു? SCPO ആയിട്ട് മാറുന്നു, പിന്നെ ASI ആയിട്ട് മാറുന്നു, അവരുടെ സർവീസ് കാലം തീരുമ്പോൾ SI ആയിട്ട് മാറും. ഇങ്ങനെയാണ് ഇവർ പോകുന്നത്. പക്ഷേ ഇവർ CPOയിൽ നിന്ന് എവിടെ വരാം? ഡയറക്റ്റ് ഈ 2 പോസ്റ്റിനെയും മറികടന്നുകൊണ്ട് SIയിലോട്ട് വരാൻ പറ്റും. ആ SIയിൽ ഇരുന്നുകൊണ്ട് പ്രായം കുറവാണെങ്കിൽ ഇൻസ്പെക്ടറിലോട്ട് പോകാൻ പറ്റും, DYSP വരെയൊക്കെ ആവാൻ പറ്റും. ഇനിയും പ്രായം കുറവേ അവർക്കും എന്തായി മാറാം? SP ആയിട്ട് മാറാനായിട്ട് പറ്റും. IPS കിട്ടാം, KPS കിട്ടാം. അത് അവരുടെ ഒരു മിടുക്കും ചുണയും പോലെ ഇരിക്കും. അപ്പോൾ ഇതാണ് ആകെ തുക ലോക്കലിൽ വരുന്ന ഒരു ഉദ്യോഗസ്ഥന്റെ പ്രൊമോഷൻ സാധ്യതകളായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഓക്കെ ആണല്ലോ? സെറ്റ് ആണല്ലോ? ഇനി നമുക്ക് നേരെ മറ്റൊരു വിഭാഗമുണ്ട്, അധികം ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ലാത്ത ഒരു വിഭാഗം. ഇതിനൊക്കെ പറ്റി ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. SI ആയി കഴിഞ്ഞാൽ ഇത്ര നമുക്ക് SP വരാം. പക്ഷേ ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ നമുക്ക് നോക്കാം. ഇനിയൊരു കാര്യമുണ്ട്, ഈ ഉദ്യോഗസ്ഥന്മാരുടെ ഒക്കെ പവർ എന്ന് പറഞ്ഞാൽ അവർക്ക് വളരെ പവറുണ്ട്. അവരുടെ ജൂറിസ്ഡിക്ഷൻസിൽ എന്തൊരു കാര്യം വന്നാലും
ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ വിളിക്കുന്നുണ്ടെങ്കിൽ സ്റ്റേഷനിൽ എസ് ഐ ആയിരിക്കും വിളിക്കുന്നത്. ആംഡിൽ എസ് ഐ ആർക്കും അറിയില്ല. അതുകൊണ്ടൊരു ഇതാണ് ഫാക്റ്റാണ്, ഞാൻ പറഞ്ഞുതരാം. നമുക്ക് അതിലോട്ട് വരാം. പക്ഷേ ഒരുപാട് അധികാരങ്ങൾ കിട്ടുമ്പോൾ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുള്ള ഒരു ജോലിയാണ്. നമ്മളിപ്പോൾ ഇവിടെ ഏതൊരു ഉദ്യോഗസ്ഥൻ, നമ്മൾ എസ് ഐ മുതൽ ഇങ്ങോട്ട് ഏതൊരു ഉദ്യോഗസ്ഥനെ എടുത്താലും അവർ അധികാരങ്ങൾ പ്രൊമോഷൻ കൂടുന്തോറും കൂടി വന്നുകൊണ്ടിരിക്കും. DYSP ഒക്കെ ആണെങ്കിൽ ഒരുപാട് അധികാരങ്ങളുണ്ടാവും, ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന് ചെയ്യാനും ഉത്തരവാദിത്വമുള്ളൊരു പോസ്റ്റാണ്. അങ്ങനെയുള്ള ആളുകൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഭാവിയിൽ ഈ പറഞ്ഞ എസ് ഐയും സി ഐയും DYSPമാരും ഒക്കെ ആയിട്ട് മാറുന്നുള്ളൂ. DYSP പോസ്റ്റ് എന്ന് വെച്ചാൽ വളരെ കുറവാണ്. ഒരു 10-500 പോസ്റ്റിനകത്തായിരിക്കും നമുക്കൊരു കേരളത്തിൽ വരുന്നത്. SP പോസ്റ്റ് അതിനേക്കാളും കുറവാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഈ പോസ്റ്റുകൾ കൂടുതൽ ക്രിയേറ്റ് ആകുമ്പോഴാണ് നമുക്ക് പ്രൊമോഷൻ സാധ്യത ക്രിയേറ്റ് ആയിട്ട് വരുന്നത്. അല്ല പിന്നെ ഇപ്പം SIമാരായിട്ട് ഇത്രയും ആൾക്കാരുണ്ട്, ഇപ്പോൾ CIമാരായിട്ടും ഇപ്പോൾ സ്റ്റേഷനിൽ എല്ലായിടത്തും ഓരോ CI വീതമുണ്ട്. ഓക്കെ, അപ്പോൾ അവർ ഈ റിട്ടയർമെന്റ് വരുമ്പോൾ വേക്കൻസിന്ന് അവർ മാറി മേളോട്ട് പോയെങ്കിൽ മാത്രമേ താഴെയുള്ളവർ എന്തായി മാറുള്ളൂ, CI ആയിട്ട് മാറുള്ളൂ. ഓക്കെ, അതും കൂടി ഫാക്റ്റ് ആണ്, നമ്മൾ ഓർമ്മിച്ച് വെച്ചിരിക്കുക. അപ്പോൾ കയറുന്ന ഒരാൾ SI ആയിട്ട് കയറുന്ന ഒരാൾക്ക് മിനിമം ഏതുവരെ ആവാം, CI മുതൽ DYSP വരെ ആവാം. DYSP ആയിട്ട് ഒരുപാട് കാലം ഇരിക്കാൻ പറ്റും. നിലവിലെ സാഹചര്യത്തിൽ എനിക്കത് ഉറപ്പ് പറയാൻ പറ്റില്ല. നമ്മളൊരു കാര്യം ഉറപ്പില്ലെങ്കിൽ ഉറപ്പ് പറയാതെ, പക്ഷേ സാധ്യതയുണ്ട് DYSP വരെ ആവാനായിട്ട്. പിന്നെയും SP വരെയൊക്കെ പോണെങ്കിൽ വളരെ ചെറുപ്പത്തിൽ ഒരു 10, 23, 24 വയസ്സിലൊക്കെ SI ആയിട്ട് കയറുന്ന ആൾക്ക് എന്തായാലും അവരെന്താവും SP റാങ്ക് വരെയൊക്കെ അവർ, കാരണം വളരെ പ്രായം കൊണ്ട് 10-37 വർഷത്തെ സർവീസ് അവർക്കുണ്ടാവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവരെന്തായി മാറും, അവർ ഈ പറഞ്ഞ DYSP അല്ല SP ആയിട്ട് മാറാനുള്ള എല്ലാ സാധ്യതയുണ്ട്. പക്ഷേ ഒരു 28-30 വയസ്സുള്ള ഒരാളാണെങ്കിലോ അദ്ദേഹത്തിന് ഒരു DYSP വരെ പോവാം. DYSP ആയിട്ട് ഒരു 5 വർഷം 6 വർഷമൊക്കെ മാക്സിമം ഇരുന്നിട്ട് അദ്ദേഹം റിട്ടയർ ആയിട്ട് പോകുന്നു. ഓക്കെ, കോൺസ്റ്റാബിൾ ആണെങ്കിൽ അതാണ്, മിനിസ്റ്റീരിയൽ ആണെങ്കിൽ അങ്ങനെ തന്നെ. ഓക്കെ, അപ്പം ഓക്കെ ശരി. അപ്പം നമുക്കിനി നേരെ അടുത്തിലോട്ട് പോവാം. ഈ അടുത്ത് നമ്മൾ നോക്കാനായിട്ട് പോകുന്ന ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ, APSI എന്ന് നമുക്ക് പറയാം. APSI. ഓക്കെ, ഇദ്ദേഹത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഇദ്ദേഹം ഇതുപോലെ പരീക്ഷ എഴുതി ക്രാക്ക് ചെയ്ത് വളരെ ചെറിയൊരു വേക്കൻസിയാണ് സാധാരണ വരാറ്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുന്നു, ആംഡ് പോലീസ് SI ആയിട്ട് കയറുന്നു. അദ്ദേഹത്തിന് പോലീസ് ട്രെയിനിങ് കോളേജ് തിരുവനന്തപുരത്ത് വെച്ചായിരിക്കും അദ്ദേഹത്തിന്റെ ട്രെയിനിങ് എന്ന് പറയുന്നത്. സാധാരണ കണ്ടുവരാറുള്ള ട്രെയിനിങ് അവിടെ വെച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ അവിടെ ഇദ്ദേഹം ഒരു വർഷത്തെ ട്രെയിനിങ് കാലത്തിന് ശേഷം പ്രൊബേഷൻ അദ്ദേഹം പൂർത്തിയാക്കണം. പ്രൊബേഷൻ പൂർത്തിയാക്കി പിന്നെ വരുന്ന വേക്കൻസികളുടെ അടിസ്ഥാനത്തിലാണ് പിന്നെ പോകുന്നത്. ഈ ആംഡ് SIക്കും സ്റ്റേഷൻ SIക്കും ഒരേ ശമ്പളമാണ്, പക്ഷേ അധികാരങ്ങൾ സെയിം അല്ല. ഇവർ ലോ ആൻഡ് ഓർഡർ എന്ന് പറയുമ്പോൾ ഈ റയറ്റ്സ് കാര്യങ്ങൾ വരുമ്പോൾ കൂടുതലായിട്ട് ഇറങ്ങി വരുന്ന ഉദ്യോഗസ്ഥരാണ്. ഇലക്ഷൻ ഡ്യൂട്ടികൾക്കായിട്ട് അതർ സ്റ്റേറ്റ്സിലോട്ട് പോകുന്നതൊക്കെയാണ്. അത് ആംഡ് പോലീസ് ബറ്റാലിയനാണ്. ഇപ്പോൾ സായുധ സേന എന്ന് പറയില്ല, അതാണ് ഇവരെന്ന് പറയുന്നത്. ഇനി ഇവരുടെ മറ്റൊരു പ്രത്യേകത പറഞ്ഞതെങ്കിൽ, ഇപ്പോൾ ഒരു ജൂറിസ്ഡിക്ഷനിൽ ഒരു ലഹള നടക്കുന്നു, കമ്മ്യൂണൽ റയറ്റ് നടക്കുന്നു. അപ്പോൾ ഒരു സ്റ്റേഷനിലെ പോലീസുകാർക്ക് മാത്രം എന്ത് ചെയ്യാൻ പറ്റില്ല, അതിനെ അടിച്ചമർത്താൻ പറ്റില്ല, അവർ മനുഷ്യരാണ്. അങ്ങനെ ആകുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ആംഡ് റിസർവിൽ വെച്ചിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ, ആംഡ് പോലീസ് ഉദ്യോഗസ്ഥർ എന്ത് ചെയ്യുന്നു, നമ്മൾ വിളിക്കുന്നു. അവരവിടെ വന്നിട്ട് എന്ത് ചെയ്യുന്നു, ആ റയറ്റിനെ നേരിടുന്നു. അതാണ് അവരുടെ മെയിൻ ആയിട്ടുള്ള ഉത്തരവാദിത്തം. പിന്നെ പരേഡുകൾ കാര്യങ്ങൾ നടത്തുക, അങ്ങനെ ക്യാമ്പിലെ ഉത്തരവാദിത്തങ്ങളെല്ലാം നോക്കുക. അങ്ങനത്തെ ഒരു ഉദ്യോഗസ്ഥനായിരിക്കും എന്ന് പറയുന്ന ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ. ഈ ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ ഇപ്പൊ ഈ CIയിൽ അത്രയും നമ്മളെ ലോക്കലിൽ അത്രയും സമയം എടുക്കില്ല. അതിനേക്കാളും മുമ്പേ തന്നെ എന്തായി മാറുന്നു, അദ്ദേഹം ഓഫീസ് കമാൻഡന്റ് അല്ലെങ്കിൽ ആംഡ് പോലീസ് ഇൻസ്പെക്ടർ എന്ന് പറയുന്ന ഒരു പോസ്റ്റിലേക്ക് പോകുന്നു. ഓക്കെ, അദ്ദേഹം APSI അല്ലെങ്കിൽ ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടറായിട്ട് തുടങ്ങി അദ്ദേഹം എന്തായിട്ട് മാറുന്നു, തൊട്ടടുത്ത പോസ്റ്റിലേക്ക് അദ്ദേഹം ഒരു ഗസറ്റഡ് ഉദ്യോഗസ്ഥനായിട്ട് മാറുന്നു, ഒരു ഗസറ്റഡ് ഓഫീസറായിട്ട് മാറുന്നു. പക്ഷേ അദ്ദേഹത്തിന് ലോ ആൻഡ് ഓർഡറിലെ പവറുകളൊന്നും ഉണ്ടാവില്ല. ഒരാൾ അറസ്റ്റ് ചെയ്യുക അങ്ങനെയുള്ള കാര്യമൊന്നും ഉണ്ടാവില്ല. അദ്ദേഹത്തിന് ജസ്റ്റ് പോവാൻ കാര്യങ്ങളൊക്കെ നോക്കാം, അങ്ങനെ തിരിച്ചു വരും, അത്രേ ഉള്ളൂ ആണ്. പക്ഷേ ഒരു SI ആയിട്ട് ലോക്കലിൽ കയറുന്ന ഒരാൾ ഇൻസ്പെക്ടർ ആവുന്നതിനേക്കാൾ മുന്നേ അദ്ദേഹം ഓഫീസ് കമാൻഡന്റ് ആയിട്ട് മാറും, OC ആയിട്ട് മാറും. OC ആയിട്ട് മാറുമ്പോൾ എന്താണ്, CIയുടെ ശമ്പളം തന്നെയാണ് അദ്ദേഹം വാങ്ങിക്കുന്നത്. ശമ്പളത്തിന്റെ കാര്യത്തിൽ വ്യത്യാസം ഉണ്ടാവും കേട്ടോ. കാരണം CIയുടെ ശമ്പളം നമ്മുടെ ലോക്കലിലെ SI CI ആവുന്ന അത്രയും വർഷം കഴിഞ്ഞിട്ടായിരിക്കും അദ്ദേഹം CIയുടെ ശമ്പളം വാങ്ങിക്കുന്നത്. പക്ഷേ ഇവിടെ എന്താണ്, ഇവിടെ കയറി ചിലപ്പോൾ 2-3 വർഷത്തിനകത്ത് തന്നെ എന്തായി മാറുന്നു, ഓഫീസ് കമാൻഡ് അല്ലെങ്കിൽ CI ആയിട്ട് മാറുന്നു. അപ്പോൾ CIയുടെ ശമ്പളം അപ്പോൾ തൊട്ടേ വാങ്ങിച്ചു തുടങ്ങും. ഓക്കെ ആണല്ലോ. അങ്ങനെ അദ്ദേഹം ഇവിടെ ഇരുന്നിട്ട് ഒരു ഓഫീസിന്റെ കമാൻഡന്റ് ആയിട്ട് മാറുന്നു, ഒരു കമ്പനിയുടെ ഒക്കെ കമാൻഡന്റ് ആയിട്ട്. ഓഫീസ് കമാൻഡന്റ് എന്ന് പറയുമ്പോൾ CIയുടെ പവറില്ല, CIയുടെ റാങ്ക് ഉള്ള ഉദ്യോഗസ്ഥനാണ്. ഓക്കെ, അങ്ങനെ അദ്ദേഹം കുറച്ചു കാലം പിന്നെ ഒരു 6-7 വർഷമൊക്കെ കഴിയുമ്പോൾ അദ്ദേഹം എന്തായി മാറുന്നു, അസിസ്റ്റന്റ് കമാൻഡന്റ്, DYSPക്ക് തത്തുല്യമായ പോസ്റ്റാണ്. DYSP പുറത്തെ DYSPയുടെ പവറോ കാര്യങ്ങളോ അങ്ങനെ നമുക്ക് മുഴുവനായിട്ടുണ്ടെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അദ്ദേഹത്തിന് DYSPയുടെ ഒരു ഷോൾഡർ ഫ്ലാപ്പും കാര്യങ്ങളും ആയിട്ട് അദ്ദേഹത്തിന് നടക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അങ്ങനെ ഒരു റാങ്കുള്ള ഉദ്യോഗസ്ഥനാണ് അസിസ്റ്റന്റ് കമാൻഡന്റ് ഓഫ് പോലീസ് എന്ന് പറയും. അതായത് ഒരു 10-15 വർഷത്തിനുള്ളിൽ തന്നെ എന്തായി മാറാം, ഈ ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടറായിട്ട് കയറുന്ന വ്യക്തിക്ക് അസിസ്റ്റന്റ് കമാൻഡന്റ് ഓഫ് പോലീസ് DYSP റാങ്കിലെത്താം. പക്ഷേ മറ്റേത് ഞാൻ പറഞ്ഞു ഏകദേശം ഒരു 10-25 വർഷം കഴിയുമ്പോഴായിരിക്കും എന്തായി മാറുന്നത്. ഞാൻ ഈ കമ്പാരിസൺ നടത്തുമ്പോൾ പറയുന്ന കാര്യമാണ്. അവിടെ ചിലപ്പം ജനറൽ എക്സിക്യൂട്ടീവിൽ ഒരു പക്ഷേ 25 വർഷം കഴിഞ്ഞിട്ടായിരിക്കും ഒരാൾ എന്ത് ചെയ്യുന്നത്, DYSP ആയിട്ട് മാറുന്നത്. 30 വർഷമൊക്കെ സർവീസുള്ള ആൾക്കാരുടെ കാര്യമാണ് പറയുന്നത്. പക്ഷേ ഇപ്പുറത്ത് വരുമ്പോൾ എന്താണ്, ഇദ്ദേഹം ചിലപ്പോൾ പെട്ടെന്ന് തന്നെ എന്താണ് സബ് ഇൻസ്പെക്ടറായിട്ട് മാറാനുള്ള AC ആയിട്ട് മാറാനുള്ള സാധ്യത ഉണ്ട്. ഒരു 15 വർഷത്തിനുള്ളിൽ തന്നെ അദ്ദേഹത്തിന് അത് കിട്ടും. ആ DYSPയുടെ ശമ്പളം അദ്ദേഹം വാങ്ങിക്കും. മറ്റേ ആൾ DYSPയുടെ ശമ്പളം വാങ്ങിക്കുന്നതിനേക്കാൾ മുന്നേ എന്ത് ചെയ്യും, ഈ ഉദ്യോഗസ്ഥൻ DYSPയുടെ ശമ്പളം എന്ത് ചെയ്യും, വാങ്ങിക്കുകയും ചെയ്യും. വസ്തുതകൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു.
അങ്ങനെയാണെങ്കിൽ DYSP ആയിട്ട് കുറച്ച് കാലം കഴിഞ്ഞിട്ട് അത് ഏകദേശം ഒരു 15 വർഷം കഴിയുമ്പോൾ വരും. പിന്നെ ഒരു 5 വർഷം കൂടെ കഴിയുമ്പോൾ 20 വർഷമൊക്കെ ആകുമ്പോഴത്തേക്കും ഈ ഉദ്യോഗസ്ഥൻ പോകുന്ന ഡെപ്യൂട്ടി കമാൻഡന്റ് ആയിട്ടാണ്. അതായത് നമ്മൾ അപ്പുറത്തെ അഡീഷണൽ പോലീസ് സൂപ്രണ്ടിന്റെ റാങ്കാണ്. ആ ശമ്പളവും കിട്ടും. KPS കേഡർ, കേരള പോലീസ് സർവീസ് കേഡർ ആയിരിക്കും. ഇത് IPS കേഡർ അല്ല. കേരള പോലീസ് സർവീസ് കേഡറിലെ ഡെപ്യൂട്ടി കമാൻഡന്റ് ആയിട്ട് മാറും. DC ഡെപ്യൂട്ടി കമാൻഡന്റ് ആയിട്ട് അദ്ദേഹം മാറും. അദ്ദേഹത്തിന് എന്താണ് സ്വന്തമായിട്ട് ക്വാർട്ടേഴ്സ്, വാഹനം, പോലീസ് എല്ലാം അദ്ദേഹത്തിന് ഉണ്ടാവും. പക്ഷേ ഒരു അഡീഷണൽ പോലീസ് സൂപ്രണ്ടിന്റെ അതേ ശമ്പളം അദ്ദേഹത്തിന് കിട്ടും. പക്ഷേ ഈ പറഞ്ഞ പോലെ ലോ ആൻഡ് ഓർഡറിന്റെ പവറോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ജസ്റ്റ് കമാൻഡന്റ് ആയിട്ട് അവിടുത്തെ ഓഫീസ് കാര്യങ്ങളും മറ്റും കാര്യങ്ങളും നോക്കുക, പരേഡ് നോക്കുക, അങ്ങനെ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ. ക്യാമ്പിനകത്തുള്ള പവറാണ് ആർക്ക് വരുന്നത്? ഡെപ്യൂട്ടി കമാൻഡന്റിന് വരുന്നത്. ഈ ഡെപ്യൂട്ടി കമാൻഡന്റ് തത്തുല്യമായ വെളിയിലെ പോസ്റ്റാണ് അഡീഷണൽ സൂപ്രണ്ടന്റ് ഓഫ് പോലീസ്. ഈ ഒരൊറ്റ അശോക സ്തംഭം മാത്രമേ ഉണ്ടാവുള്ളൂ. DYSPക്ക് മേലെയുള്ള പോസ്റ്റാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് പിന്നെയും സർവീസ് ഉണ്ടെങ്കിൽ ദാ അദ്ദേഹം ഈ കമാൻഡന്റ് എന്ന് പറയുന്നത്, കമാൻഡന്റ് നമുക്ക് KPS കേഡർ പറഞ്ഞത്, ഈ ആംഡ് പോലീസ് സായുധ സേനാ ബറ്റാലിയനിൽ കമാൻഡന്റ് എന്ന് പറഞ്ഞാൽ KPS കേഡറിലാണ് വരുന്നത്. അശോക സ്തംഭം സ്റ്റാറുമായിട്ട് വരും. ഒരു അശോക സ്തംഭത്തിന് അപ്പുറത്ത് ഒരു സ്റ്റാർ ആയിട്ട് വരും. കമാൻഡന്റ് ഒരു കമ്പനി, ഒരു ബറ്റാലിയന്റെ അധികാരി എന്നുള്ള പോസ്റ്റിലേക്ക് വരെ അദ്ദേഹത്തിന് എത്താം. ഒരു 30 to 32 വർഷം സർവീസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ ഒരു പോസ്റ്റിലേക്ക് നിലവിലെ സാഹചര്യം അനുസരിച്ച് എത്താൻ പറ്റും. പക്ഷേ അവിടെ നിങ്ങൾക്ക് 35 വർഷം സർവീസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നിങ്ങൾ SP ആയിട്ട് മാറുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ 30 വർഷം സർവീസുള്ളാണെങ്കിൽ നിങ്ങൾ DYSP ആയിട്ട് ഇറങ്ങേണ്ടി വരും. 25 വർഷം സർവീസുള്ളാണെങ്കിൽ നിങ്ങൾ നമ്മളെ CI ആയിട്ടൊക്കെ ഇറങ്ങേണ്ടി വരും. പക്ഷേ ഇപ്പുറത്ത് നോക്കും, 30-32 വർഷം സർവീസ് ഉള്ള ഒരാൾ, ഇവിടെ 30 വർഷം സർവീസ് ഉള്ള ഒരാൾ എന്തായി മാറും? ഇവിടെ കമാൻഡന്റ് ആയിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. മനസ്സിലായില്ലേ? ഇതാണ് വസ്തുത എന്ന് പറയുമ്പോൾ. ഈ രീതിയിലാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ പ്രൊമോഷൻസ് കാര്യങ്ങളെല്ലാം വന്നിരിക്കുന്നത്. ഇവിടെ വരുമ്പോൾ ഇവിടെയും തത്തുല്യമായിട്ട് നമ്മൾ 10 പേരെ എടുക്കുമ്പോഴാണ്, നിങ്ങൾ ആ ഒരു കണക്ക് മനസ്സിലാക്കണം, 10 പേരെ എടുക്കുമ്പോഴാണ് ഒരു കോൺസ്റ്റാബുലറിക്കാരൻ ഇതിനകത്ത് വരുന്നത്. 10 പേരെ ഇപ്പോൾ ആംഡ് ലിസ്റ്റിലായാലും സ്റ്റേഷൻ ലിസ്റ്റിലായാലും 10 ഉദ്യോഗസ്ഥരെ എടുക്കുമ്പോഴാണ് ഒരു കോൺസ്റ്റാബുലറി കിട്ടുന്നത്. അപ്പം 100 പേരെ എടുക്കുമ്പോൾ 10 പേർക്കാണ് നിയമനം കിട്ടുന്നത്. ഇതാണ് അതിൻ്റെ കണക്കെന്ന് പറയുമ്പോഴത്തേക്ക്. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇതിൽ നമ്മുടെ മിനിസ്ട്രിയിലും ഉണ്ട്, അത് വേറെ കാര്യം. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇതാണ് നിലവിലെ സാഹചര്യം. ഇങ്ങനെയാണ് SIയുടെ പ്രൊമോഷൻസ് പോകണം. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എന്ത് പവർഫുൾ ആൻഡ് ഗ്ലോറിയസ് ആയിട്ട് പോസ്റ്റാണ്. നിങ്ങൾക്ക് ഒരുപാട് പണി പഠിക്കും, നിങ്ങൾ മനുഷ്യന്മാരെ പഠിക്കും, നിങ്ങൾ കൃത്യമായിട്ട് ഇത് ഒരു മനുഷ്യൻ എങ്ങനെ പെരുമാറും, അവൻ്റെ കാര്യം, എല്ലാ കാര്യം A to Z നിങ്ങൾ പഠിക്കാൻ പറ്റിയ ഒരു പോസ്റ്റാണ്. നിങ്ങൾക്ക് ഇതിനേക്കാൾ കൂടുതൽ ജീവിതത്തിൽ എക്സ്പീരിയൻസ് തരുന്നൊരു പോസ്റ്റ് ഇല്ല. ആംഡ് പോലീസിലായിക്കോട്ടെ, സ്റ്റേഷനിലായിക്കോട്ടെ. സ്റ്റേഷനിലാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ, മനുഷ്യൻ്റെ എല്ലാ അവസ്ഥയും നിങ്ങൾ കാണും. ഒരു മനുഷ്യൻ്റെ ജീവിതം, ഒരു മനുഷ്യൻ്റെ മരണം, എല്ലാ കാര്യങ്ങളും നിങ്ങൾ കാണും. കൊലപാതകം ആയിക്കോട്ടെ, കവർച്ചയായിക്കോട്ടെ, ബാധിക്കപ്പെട്ട് കിടക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ കാണും. ഡെഡ് ബോഡീസ്, എല്ലാ കാര്യങ്ങളും നിങ്ങൾ കാണും. എല്ലാ കാര്യങ്ങളും നിങ്ങൾ പഠിക്കുകയും ചെയ്യും. ഇതാണ് ഈ ജോലി നിങ്ങൾക്ക് തരുന്നൊരു ഗ്ലാമർ എന്ന് പറയുമ്പോഴത്തേക്ക്. ഇനി നിങ്ങൾക്കറിയാം, ഓഗസ്റ്റ് മാസം 30-ാം തീയതിയാണ് പരീക്ഷ വരുന്നത്. ഇനി ഇത് കഥകളെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി കാര്യത്തിലേക്ക് വരാം. ഓഗസ്റ്റ് മാസം 30-ാം തീയതിയാണ് ഈ പരീക്ഷ വരുന്നത്. ഇനി നിങ്ങൾക്ക് 80 ദിവസം കണ്ടേ പഠിക്കാനുള്ളൂ. ഈ പരീക്ഷയ്ക്ക് ഇപ്പോഴേ പഠിച്ചു പോയില്ല, പ്രിലിംസിൻ്റെ റിസൾട്ട് ഞാൻ അതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, എത്രയാണ് ഇതിൻ്റെ സേഫ് മാർക്ക്. ആ മാർക്കുള്ള ആൾക്കാർ പഠിച്ചു തുടങ്ങിയില്ല, റിസൾട്ട് വന്നിട്ട് പഠിക്കുന്നു വാശിയുള്ള ആൾക്കാർ അറിഞ്ഞുകൊള്ളുക, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണ് ഇതിൻ്റെ കഥ എന്ന് പറയുമ്പോഴത്തേക്ക്. ഞാൻ ചുമ്മാ ഡിമോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നില്ല, എനിക്ക് എൻ്റെ ആവശ്യമില്ല. പക്ഷേ പറയുന്ന കാര്യങ്ങൾ തെളിവോടെ പറയും. നിങ്ങൾക്ക് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഈ സമയം കൊണ്ട് ഇതിൻ്റെ പ്രൊമോഷൻ സാധ്യതകളും മറ്റും പറഞ്ഞു തരാൻ പറ്റുമെങ്കിൽ കൃത്യമായിട്ട് ഇതെങ്ങനെയാണ് പോകേണ്ടതെന്നുള്ള എനിക്കൊരു ഐഡിയ ഉണ്ട്. അതിന് വേണ്ടിയിട്ട് സൂപ്പർ നോട്ട്സ് ഒരു ബാച്ച് ജൂൺ മാസം 15-ാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ജൂൺ 15-ന് നമ്മളൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അവിടെ സബ് ഇൻസ്പെക്ടർ മെയിൻസിൻ്റെ ബാച്ച് ആയിരിക്കും. ഇൻക്ലൂഡിങ് സൈക്കോളജി, സ്പെഷ്യൽ ടോപ്പിക്ക് 45 മാർക്ക് പൂർണ്ണമായും കവറേജ് തരുന്ന ഒരു കോഴ്സാണ് നിങ്ങൾക്ക് ഞങ്ങൾ തരാനായിട്ട് പോകുന്നത്. അപ്പോൾ ആ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങൾ 8281223366 എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, കോഴ്സിനെ പറ്റിയുള്ള മറ്റു വിവരങ്ങൾ അറിയുക. ഞാനായിരിക്കും ആ കോഴ്സിൻ്റെ മെൻറ്റർ എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, എന്നോടും ചോദിക്കാവുന്നതാണ്, നമുക്ക് സംസാരിക്കാം. അപ്പം ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഞാൻ നിങ്ങൾ താൽക്കാലികമായിട്ടൊരു വിരാമം എടുക്കുകയാണ്. കൃത്യമായ രീതിയിൽ പഠിക്കുക, പഠിക്കുന്ന കാര്യത്തിൽ കോംപ്രമൈസ് ആവരുത്. സബ് ഇൻസ്പെക്ടർ ആവുക എന്നുള്ളതാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ കൃത്യമായിട്ട് ചിട്ടയോടെ പഠിച്ച് തന്നെ എന്ത് ചെയ്യുക, മുന്നേറി നിങ്ങളുടെ സ്വപ്ന ജോലിയിലെത്താൻ നിങ്ങൾക്ക് ഏവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ കാണാമെന്ന് ഉറപ്പ് പറഞ്ഞുകൊണ്ട് ഞാൻ താൽക്കാലികമായി നിങ്ങൾ ഇവിടെ വാങ്ങുന്നു. ഓക്കെ, ബൈ, താങ്ക് യു.